ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഗാഫ് ഗാർഡനിലാണ് കേട്ടോ. നമ്മുടെ ഷെഫീർ ഖാൻ്റെ കൂടെയാണുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാന്റിൻ്റെ സെയിലോ കാര്യങ്ങളോ അല്ല, ഒരു നഴ്സറി ഒന്നാകെ മൊത്തമായിട്ട് സെയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു നഴ്സറി തുടങ്ങാനുള്ള താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഴ്സറിയിലേക്ക് പ്ലാന്റ് പുതിയതായിട്ട് എടുക്കാനുള്ള താല്പര്യത്തിൽ നിൽക്കുകയാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഒരുപാട് പ്ലാന്റുകൾ ഇവരിവിടുന്ന് കൊടുത്തൊഴിവാക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്, അപ്പോൾ കൊടുത്തൊഴിവാക്കുന്നത് പറയുമ്പോൾ ഒരുപാട് പേർക്കൊരു സംശയം ഉണ്ടാവും. കാരണം അത് നഷ്ടത്തിലായതുകൊണ്ടാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു സംശയമൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തീർക്കണം. തീർച്ചയായിട്ടും നഷ്ടം കൊണ്ടല്ല, കാരണം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ പുറത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ നഴ്സറിയിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നഴ്സറിയിലേക്ക് എത്താൻ പറ്റാത്തൊരു അവസ്ഥ വരിക. കാരണം നിരന്തരം 1-2 വർക്കുകൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നഴ്സറിയിലേക്ക് എത്താൻ പറ്റാത്ത ആ ഒരു വിഷയം കൊണ്ട് മാത്രമാണ് നമ്മളിത് ഒരു സെയിലിന് എന്നുള്ള രീതിയിലേക്ക് നമ്മളിത് വെക്കുന്നത്. അതായത് ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഓരോ സ്ഥലത്ത് പോയിട്ട്, അതായത് കേരളത്തിൽ എവിടെയും ചെയ്തു, ഏത് ജില്ലയിലായാലും നമ്മൾ വിളിച്ചാൽ നമ്മൾ പോയിട്ട് നമ്മളതായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് നമ്മൾ എഞ്ചിനീയർ വെച്ച് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഈ ഒരു നഴ്സറിയും കൂടി ഒന്നിച്ച് നടത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവിടെ നിന്ന് ഇത് സെയിൽ ചെയ്യാനുള്ള പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നഴ്സറിയൊക്കെ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മൊത്തമായിട്ട് എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു ഓഫീസ് അടക്കം ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകൾ ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് നമുക്ക് കാണാം. ഈ നഴ്സറി നിലവിലുള്ളത് ഇപ്പോൾ പുത്തനത്താണിയിൽ നിന്ന് വരികയാണെങ്കിൽ പുത്തനത്താണിയിൽ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ, ഒരു 4 കിലോമീറ്റർ ഏകദേശം കുറുങ്കാട് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ ഒരു അമ്പലമുണ്ട്, അതുപോലെ ഇവിടെ ഒരു ഹോട്ടൽ ഒക്കെ ഉണ്ട്, കുറുങ്കാട് അമ്പലം. അതായത് നമ്മളെ നഴ്സറിയുടെ പേര് ഗാഫ് ഗാർഡൻ എന്നാണ്. പിന്നെ തിരൂരിൽ നിന്ന് വരികയാണെങ്കിലും തിരൂരിൽ നിന്ന് ഇപ്പോൾ ബസ്സിൽ വരിക അങ്ങനെയൊക്കെയാണ് എങ്കിൽ തിരൂരിൽ നമ്മളെ പുത്തൻതാണി റൂട്ടിൽ കുറുങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങിയാലും നമ്മളെ ഗാഫ് ഗാർഡൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഇനം പ്ലാവുകൾ മുതൽ ചെറിയ ഇനം ഐറ്റംസുകൾ വരെ, ഏറ്റവും ചെറുത് ഈ ഒരു കവർ സൈസ് വരെ വരുന്ന നമ്മളെ പ്ലാന്റുകളുണ്ട്. ഇതിപ്പോ ഏതാ വെറൈറ്റി? ഇത് ഡാങ്സൂരിയാണ്. നമ്മളെ പ്ലാവിന്റെ എത്ര വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്? നിലവിൽ ഒരു 6 വെറൈറ്റി നിലവിലുണ്ട്. അത്യാവശ്യം ഒരു 30-40 പീസുകളും ഉണ്ടാവും. അപ്പോൾ പ്ലാവിന്റെ എത്രയാണ് വിശേഷം? പിന്നെ ഈ പൂ ഇട്ടിക്കണ മാവേതാ? ഇത് നമ്മളെ ഓൾ സീസൺ ആണ്. എല്ലാ ടൈമിലും മാങ്ങ. നമ്മുടെ തായ്ലാന്റ് ഓൾ സീസൺ എന്ന് പറഞ്ഞ മാങ്ങ ടേസ്റ്റിൽ നമ്മൾ അധികം മുൻതൂക്കം കൊടുക്കണ്ട, പക്ഷെ വീട്ടിൽ വെക്കാൻ നല്ലൊരു വെറൈറ്റിയാണ്, കണ്ട് ആസ്വദിക്കാം. തീർച്ചയായിട്ടും അത് മാങ്ങ കൂടുതൽ വലിയ ടേസ്റ്റ് ഇല്ലെങ്കിൽ എപ്പോഴും മാങ്ങ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അതാണ് ഈ തായ്ലാൻഡ് വെറൈറ്റിൻ്റെ ഒരു ഉദ്ദേശം. എപ്പോഴും മാങ്ങ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഫ്ലവർ ആയി ഇങ്ങനെ മാങ്ങ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത്. നമ്മളെ മാവിൻ്റെ എത്ര വെറൈറ്റീസ് നമ്മളെ കയ്യിലുണ്ട്? മാവിൻ്റെ ഇവിടെ ഏകദേശം ഒരു 10-20 വെറൈറ്റിയോളം ഈ ഒരു ഭാഗത്തൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാ തരം ഉണ്ട് തോന്നണല്ലേ? ബനാന ഉണ്ട്, പിന്നെ 4kg ഉണ്ട്, പിന്നെ നമ്മളെ റെഡ് ഐവറി ഉണ്ട്, കസ്തൂരി ഉണ്ട്, അൽഫോൺസ, മൽഗോവ, പിന്നെ കാറ്റിമൂന്, ബനാനയിൽ തന്നെ 2-3 വെറൈറ്റി, പിന്നെ നമ്മുടെ ഒരുപാട് ഇനം മാവിനങ്ങളിൽ ഏകദേശം നമ്മളെടുത്തുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ബഡ് ചെയ്താണോ? കൂടുതൽ കുറേയൊക്കെ ഞാൻ ബഡ് ചെയ്യാറുണ്ട്, പിന്നെ പുറത്ത് നമ്മൾ ഇറക്കാറുണ്ട്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും എടുത്ത് വീണ്ടും പറയണം, കാരണം കമൻസിലൊക്കെ എന്തായാലും വരും റേറ്റ് പറഞ്ഞില്ല എന്നുള്ള പരാതി. അല്ല, റേറ്റ് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചിലപ്പോൾ നമ്മളൊരു ഹോൾസെയിലായിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഹോൾസെയിലായിട്ട് നമ്മൾ മൊത്തം കൊടുക്കുമ്പോൾ നമ്മളത് റേറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും എടുത്ത് റേറ്റ് പറയാത്തത്. ഇന്ന ഇത്ര റേറ്റ് എന്ന് പറയാത്തത് കാരണം അതാണ്. മട്ടോവന്റെ തൈകൾ ഇരിക്കുന്നുണ്ടല്ലോ. ഇത് നമ്മളെ മട്ടാവ, സോഫ്റ്റ് മട്ടാവന് അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്ലാന്റ് തന്നെ, വലുപ്പമുള്ള. അതും അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മളെ കയ്യിലുണ്ട്, സാധനമുണ്ട്. ഓക്കെ. ഈ അഡീനിയപ്പൊക്കെ ഇതൊക്കെ തോന്നുന്നു അത്യാവശ്യം കാലപ്പഴക്കമുള്ളതാണ്. ഇത് ഏകദേശം ഒരു 8 വർഷം 9 വർഷം ആയിട്ടുള്ള സിംഗിൾ ഡബിൾ പെറ്റൽ ആയിട്ടുള്ള ഈ അഡീനിയം നമ്മുടെ എങ്ങനെയാണ് ഇതിന്റെ കാലപ്പഴക്കം, അതേപോലെ തന്നെ ഇതിന്റെ റേറ്റ് ഒക്കെ നിർണ്ണയിക്കുന്ന രീതി എങ്ങനെയാണ്? ഇത് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ബോൾ ടൈപ്പ്, ഈ ബോൺസായി രൂപത്തിൽ വരുന്ന ഈ ബോൾ ടൈപ്പാണ് ഇതിൻ്റെ ഒരു വളർച്ച കാണിക്കുന്നതും, പിന്നെ അതിൻ്റെ ലുക്കും അതാണ് ആ ഒരു ബോൾ ടൈപ്പായിട്ട് കാണുന്നതാണ്. പിന്നെ വളർച്ച എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കൊല്ലം നമ്മൾ നിശ്ചയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ആ ബോൾ ടൈപ്പ് എത്ര കണ്ട് ഇങ്ങനെ ഏകദേശം വലുതായി നിൽക്കുന്നു. അടിയിൽ ആ ഒരു ബോൾ ടൈപ്പ് എത്ര വലുതാണോ അതാണ് അതിന്റെ മാർക്കറ്റ് നിർണ്ണയിക്കുന്നത്. മാർക്കറ്റ് അതിന്റെ ഭംഗിയും അത് തന്നെയാണ്, അതിന്റെ മാർക്കറ്റും അത് തന്നെയാണ്. ഇതിന്റെ അത്യാവശ്യം വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട്. അത്യാവശ്യം അവിടെ കുറേ കളക്ഷൻ ഉണ്ട്.
പിന്നെ അത് മാത്രമല്ല ഒരുപാട് നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനായിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നും എടുത്ത് പറയുന്നില്ല. പിന്നെ അതേപോലെ നമ്മളെ സപ്പോട്ടയിലേക്ക് വരാം. സപ്പോട്ട നമ്മളെ വീട്ടിൽ വെക്കാൻ പറ്റിയ അടിപൊളി വെറൈറ്റിയാണ്. കായയോട് കൂടിയിട്ടുള്ള സപ്പോട്ട, കാലാപതി വെറൈറ്റി. കാലാപതി. അപ്പൊ സപ്പോർട്ടിന്റെ എത്ര വെറൈറ്റീസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒരു 6 വെറൈറ്റി ഇവിടെ ഉണ്ട്. ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് ഉണ്ട്, വെരിഗേറ്റഡ് ഉണ്ട്, ബനാന ടൈപ്പ് ഉണ്ട്, പിന്നെ ഈ സാധാ നമ്മളെ ടൈപ്പ് വരുന്നുണ്ട്, പിന്നെ റെഡ് സപ്പോർട്ട് വരുന്നുണ്ട്. ബനാനത്തിന് നമുക്ക് ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ലെമണിലേക്ക് നോക്കിയാലോ? ലെമണിൽ ഇപ്പോൾ ചൈനീസ് മുസംബി, അതുപോലെ നമ്മളെ പിന്നെ ബബ്ലൂസ് വരുന്നുണ്ട്, മാൾട്ട മുസംബി വരുന്നുണ്ട്, ഇന്ത്യ മുസംബി വരുന്നുണ്ട്. മുസംബിന് കുറച്ച് വെറൈറ്റികളുണ്ട്. നമ്മളെ ഇളന്തപ്പഴം, ബേറാപ്പിള്, അല്ലെങ്കിൽ നമ്മളെ കാലാവസ്ഥയ്ക്ക് പറ്റിയിട്ടുള്ള ആപ്പിൾ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് നമ്മളെ കാശ്മീരിയാണ്. ഇത് കാശ്മീരി ഒറിജിനൽ സാധനം, ഒറിജിനലാണ്. നമ്മളവിടെ ഓക്കെ ആണ്. ഞാൻ ഇത് പലരും പല നഴ്സറികളിലും പ്ലാന്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് ഇവിടുന്ന് എക്സ്ട്രാ തൈകൾ വന്ന് അത് വളരും. അതായത് ആ മുള്ളുള്ളത് സാരം അത് വളർന്ന് അത് വലുതായി ഇതിനെ മുരടിച്ച് ഇത് വളർച്ച ചെയ്യാതെ നിൽക്കുന്ന ഒരവസ്ഥ. കാരണം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെടുത്ത് കൊടുക്കും. അവർ ഈ വേകുന്ന ആൾക്കാർക്ക് അറിയില്ല ഇത് റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വന്നതാണോ, അത് ഈ പിന്നെ സയോണ് പൊടിച്ച് വന്നതാണെന്നുള്ള ആർക്കും അറിയില്ല. അത് നമ്മൾ ബേറാപ്പിൾ സത്യം പറഞ്ഞാൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലേ? ബേറാപ്പിൾ എന്നല്ല, ഒട്ടുമിക്ക ഗ്രാഫ്റ്റ് ബെഡ് ചെയ്ത പ്ലാന്റുകൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ഇതുപോലെ ഇങ്ങനെ റൂട്ട് സ്റ്റോക്കിൻ്റെ അടിയിൽ നിന്ന് ഇത് വരുന്നുണ്ട്. നമ്മൾ ഇതുപോലെ കുറച്ച് ഒഴിവാക്കി, ഇതാണ് നമ്മളെ റൂട്ട് സ്റ്റോക്ക് വരുന്നത്. ഇവിടെ ഈ ബെഡ് വരുന്നത് ഇതാണ് നമുക്ക് വളരേണ്ടത്. ഇതിന്മേലാണ് യഥാർത്ഥ പഴം നമുക്ക് ഒറിജിനൽ കിട്ടുള്ളൂ. ഇത് നമുക്ക് റൂട്ട് സ്റ്റോക്ക് ഉണ്ടായിട്ട് ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് സപ്പോർട്ട ആണെങ്കിലും ഇപ്പോൾ ഏത് ഇനം സപ്പോർട്ട, ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും വേകുന്നുണ്ട്. ബനാന സപ്പോർട്ട, അങ്ങനെ കാലാപതി, അല്ലെങ്കിൽ ബോൾ സപ്പോർട്ട. ഇപ്പോൾ നല്ല പുതിയ വെറൈറ്റികളായിട്ടുള്ള ഓവൽ ടൈപ്പ് അങ്ങനെ ഒരുപാടുണ്ട്. നല്ല ഉള്ളു റെഡ്, നല്ല മധുരമുള്ള സീറ്റായിട്ട് വരുന്നത്. അതിൻ്റെ മദർ പ്ലാന്റ് അവിടെ ഉണ്ട്, ഒറിജിനൽ സീറ്റ് റെഡ് വരുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞ സാധനം കീർണി എന്ന് പറഞ്ഞൊരു മരമാണ്. അതായത് നമ്മൾ പിന്നെ സപ്പോർട്ട സയോണ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന കീർണി എന്ന് പറഞ്ഞൊരു മരമാണ്. ഇതിലും വരും പിന്നെ ഇതുപോലെ എന്താ, ഇത് കീർണി എന്ന് പറഞ്ഞ മരമാണ്. ഇതിനെ വളരരുത്, ഇതിനെ വളർത്താൻ അനുവദിക്കരുത്. കാരണം ഇത് വളർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച പോകും. ഇത് കീർണി എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും വളരാൻ പാടില്ല. ഇത് നമ്മൾ ഇതുപോലെ ഇത് മാറ്റണം. ഇത് നമ്മൾ അപ്രോച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇത് അപ്രോച്ചാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്രോച്ച് ഗ്രാഫ്റ്റ് നമുക്ക് നേരത്തെ കായ്ക്കുന്നു മാത്രം. സപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്രോച്ചാണ് കുറച്ചുകൂടി നല്ലതല്ലേ? ഏറ്റവും നല്ല അതാണ്. ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും അപ്രോച്ച് ഗ്രാഫ്റ്റാണ്. അത്യാവശ്യം നമ്മളെ ബുഷ് ഓറഞ്ചിൻ്റെ തൈകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ? നല്ല കായ്ച്ച ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു, അത് സെയിൽ ചെയ്ത് പോയതാണ്. ഓക്കെ, ബുഷ് ഓറഞ്ചിനെ കുറിച്ച് അറിയാത്തവർക്ക് പറയാം. ഓൾ ടൈം നമുക്ക് ലഭിക്കുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ്. അതേപോലെ നമ്മളെ നാരങ്ങയ്ക്കൊക്കെ പകരമായിട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഇതിൻ്റെ തോലോട് കൂടിയിട്ടുള്ള ഒരു ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റുകൾ നമുക്ക് അത്യാവശ്യം കുറച്ച് പ്ലാന്റുകൾ നമുക്ക് ഈ സെയിൽ ചെയ്ത് ഒഴിവാക്കാനുള്ളതിലുള്ള. അതേപോലെ തന്നെ നമ്മുടെ മാംഗോസ്റ്റിൻ്റെ തൈകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൊളീനിയ, ഏകദേശം ഒരു 7 അടി 8 അടി വലിപ്പം വരുന്ന ഗ്രോത്ത് കിട്ടും നമ്മളിത് കവർ ചേഞ്ച് ചെയ്താൽ. കാരണം ഇത് 11 കവറിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, അതിൻ്റെ അത്യാവശ്യം പ്ലാന്റുകളും ഇവിടെ ഉണ്ട്. പിന്നെ റംബുട്ടാനും അത്യാവശ്യം നമ്മളെടുത്ത് ഉണ്ട്. റംബുട്ടാൻ ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മളെ കയ്യിലുള്ളത്? പിന്നെ N18, റോങ്റിയാന്, പിന്നെ E35, പിന്നെ മറ്റേ 1-2 വെറൈറ്റിയും കൂടി ഉണ്ട്. റംബുട്ടാനുണ്ട്. അതായത് മെയിനായിട്ടുള്ള എല്ലാ വെറൈറ്റീസും നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ തന്നെ. ഹോം ഗ്രൗണ്ട് ആണ് വരുന്നല്ലേ? ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെ പ്ലാവിൻ്റെ സെക്ഷൻ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കുറച്ച് ബാലൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ചക്കയോട് കൂടിയിട്ടുള്ള എല്ലാം ഉണ്ടല്ലേ? ചക്കയോട് കൂടിയിട്ടുള്ള ചക്ക. ഇതിനും വലിയ ചക്ക, ഇവിടെ വലിയ ചക്ക ആയിട്ടുള്ളതിനാണ് അവിടെ നിലവിൽ. ഇനിയിപ്പോൾ ഉണ്ടോയെന്നുള്ള എനിക്കറിയില്ല. അത് സംഗതി അവിടെ വലിയ ചക്ക ആയിട്ടുള്ളതുണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ഏതാ പ്ലാന്റ്? ഇത് നമ്മളൊരു പിന്നെ ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്ന പാമ്പിനത്തിപ്പെട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ ഫ്രണ്ട് സൈഡിലൊക്കെ വെക്കുന്നത്. ഇതിന് മദർ പ്ലാന്റ് അവിടെ വലുതുണ്ട്, അവിടെ ഉണ്ട്. നമ്മൾ ഗാർഡനിലും പുല്ലിലൊക്കെ വെക്കുന്ന, ഫ്രണ്ട് ഏരിയയിൽ വെക്കുന്ന, നമ്മളെ വർക്കുമായിട്ട് റിലേറ്റഡും കൂടിയാണല്ലേ? പക്ഷേ ഇതൊക്കെ നമുക്കിപ്പോൾ ഈ കൊടുത്ത് ഒഴിവാക്കണേലും ഒഴിവാക്കും എല്ലാം. ഇത് മൊത്തത്തിൽ നമ്മളിപ്പോൾ പിന്നെ പാമ്പിനത്തിപ്പെട്ടുള്ള പ്ലാന്റുകളാണ് ഒക്കെ നമ്മൾ ഗാർഡൻ വർക്ക് ഞങ്ങൾ എടുക്കുന്നതാണ്. അത് വലിയ വലിയ പ്ലാന്റ് കൊടുക്കുമ്പോൾ നമ്മളിത് ഒന്നിച്ച് കൊടുക്കും.
അതേപോലെ അത്യാവശ്യം നമുക്ക് അലങ്കാരത്തിനുള്ള എല്ലാ തരം ഉണ്ട്. നിങ്ങൾക്ക് തോട്ട സെറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ അങ്ങനെയും വന്ന് എടുക്കാം കേട്ടോ. ഇക്ക് അങ്ങനെ കൊടുത്തൂടെ? തോട്ടം സെറ്റ് ചെയ്യണവർക്കാണെങ്കിൽ ഒരു വെറൈറ്റീസ് മാത്രം മതി. പ്ലാവിൻ്റെ ഒരു 10 വെറൈറ്റീസ് 20 വെറൈറ്റീസ് ഒന്നിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കും. പിന്നെ നമ്മുടെ കവുങ്ങും തൈകളാണ് ഇതിൽ. കവുങ്ങ് നല്ല ഗ്രോത്ത് ഉള്ള നല്ല ഇനം തൈകൾ. അതുപോലെ പിന്നെ ഇത് നമ്മളെ ഇൻഡർസിമംഗളേന്. ഇൻഡർസിമംഗളേന് നല്ല പിന്നെ 2 വിരല് 3 വിരല് വണ്ണായിട്ടുള്ള. എന്താണ് ഈ ഒരു വെറൈറ്റിന്റെ പ്രത്യേകത വരുന്നത്? ഇതൊരു ശരിക്കും ഒരു ഡോർഫ് ഇനത്തിൽപ്പെട്ടില്ല. അതായത് വെച്ചാൽ ഒരു 2.5 കൊല്ലം കൊണ്ട് പിന്നെ നമുക്ക് റിസൾട്ട് 2.5 കൊല്ലം കൊണ്ട് കായ്ക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അടക്കം നല്ല വലിപ്പമുണ്ട്, നല്ല വലിപ്പമുണ്ട്. പിന്നെ കൂടുതൽ വലിയ നാടൻ ഇനം കവുങ്ങിനെ പോലെ കൂടുതൽ മേൽപോട്ട് വളർന്നു പോകില്ല. 2.5 വർഷം കൊണ്ട് കായ്ക്കും. അത്യാവശ്യം ഒരു കൊലയിൽ ഏകദേശം ഒരു 200 കായ വെച്ച് നമുക്ക് കിട്ടും. ഒരു കവുങ്ങിൽ ഒരു സീസണിൽ 5 കൊല ഉണ്ടാവും. അതിൽ തന്നെ നമുക്കൊരു 1000 അടക്ക പോട്ടെ, നമുക്കൊരു 600 അടക്ക കൂട്ടിയാൽ മതി. എന്നാലും ലാഭമാണ്. എന്നാലും ലാഭമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതുകൊണ്ടുള്ള ഒരുപാട് ഗുണമുണ്ട്. കാരണം ഇത് നമ്മളെ നാടൻ മഹാഗണി അല്ല, ഇത് ആഫ്രിക്കൻ മഹാഗണി എന്ന് പറഞ്ഞ തെയ്യാണ്. എന്താ ഇതിൻ്റെ വ്യത്യാസം? ഇത് ഇപ്പോൾ നമ്മൾ നാടൻ ഇനം മഹാഗണി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 15 മുതൽ 20 വർഷം 25 വർഷം കഴിയണം ആ മരം പിന്നെ മൂപ്പായി നമ്മൾ വെട്ടിയെടുക്കാൻ. നേരെ മറിച്ച് ഇത് 10 മുതൽ 12 വർഷം കൊണ്ട് നമുക്ക് ഈ മരം വെട്ടാൻ പറ്റും. റിസൾട്ട് കിട്ടും. കാരണം പെട്ടെന്ന് വണ്ണം വെക്കുന്ന മരമാണിത്. ക്വാളിറ്റിയിൽ ഇപ്പോൾ പെട്ടെന്ന് വണ്ണം വെക്കുന്നതുകൊണ്ട് ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഇല്ല. പിന്നെ നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഒരുവിധം ആൾക്കാരിൽ നിന്ന് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം അതിൻ്റെ മൂപ്പിൽ ഇപ്പോൾ നമ്മൾ 10 വർഷം കൊണ്ട് വെട്ടുമ്പോൾ അതിന് മൂപ്പായിക്കണോ എന്നുള്ള സംശയമുണ്ട്. തീർച്ചയായിട്ടും അല്ല, അങ്ങനെയല്ല. നല്ല പെട്ടെന്ന് 10 വർഷം കൊണ്ട് നല്ല രീതിയിലുള്ള മൂപ്പായിട്ട് ഇത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ആൾക്കാർ ഇതിന് ഈ ഒരു പല നേഴ്സറികളും പലരും അന്വേഷിച്ച് നടക്കുന്ന ഒരു സംഗതിയാണ് ആഫ്രിക്കൻ മഹാഗണി. പിന്നെ അതിലുപരി ഒരു 10 വർഷം 15 വർഷം നമ്മൾ പറമ്പിൻ്റെ അതിര് വശങ്ങളിൽ ഇത് മാക്സിമം നമ്മളൊരു 5 മീറ്റർ വെച്ചിട്ട് നമ്മൾ നടുകയാണെങ്കിൽ അത്രയും കാലയളവിൽ നമുക്കതിൽ കരിമുണ്ട കുരുമുളകും കൂടി ചെയ്ത് കൊടുത്താൽ ആ 15 വർഷം നമുക്ക് ആ കുരുമുളകിൻ്റെ വരുമാനം കിട്ടും. 15 10 വർഷം കഴിഞ്ഞാൽ അത് വെട്ടി കാശാക്കും നല്ലൊരു വരുമാനം കിട്ടും. ഈ പ്ലാന്റ് എല്ലാവർക്കും അറിയാലോ. ഞാൻ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ടതില്ലല്ലേ? ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ സ്വീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുളിയുള്ളതൊക്കെ ഇപ്പോൾ നമ്മുടെ നഴ്സറിയിലൊക്കെ കിട്ടുന്നുണ്ട്. മുമ്പ് അതായത് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ട് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ആ നിൽക്കുന്ന മരം. ഞാൻ കൊടുക്കാതിരുന്നതാണ്. ആ അറ്റത്ത് വലിയ മരമല്ലേ ആ മരം? ഞാൻ ആർക്കും കൊടുക്കാതിരുന്നതാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാനിത് പോയി കഴിച്ചിട്ട് ഇത് പക്ക നല്ല സീറ്റാണ്, നല്ല മധുരമാണ്. ഇത് മൂപ്പായിട്ടില്ല, നല്ല മധുരമാണ് ഇത്. പിന്നെ ഒരു വീട്ടിൽ ഒരു മരമൊക്കെ സ്വീറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും വെക്കേണ്ട ഒരു വെറൈറ്റി മരം തന്നെയാണ്. അതായത് ഇത് നമുക്ക് ജ്യൂസായിട്ട് ഉപയോഗിക്കാം, കുട്ടികൾക്ക് കഴിക്കാനും നമുക്ക് കഴിക്കാനൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് കൂടുതലാവരുത്. പുളി ഐറ്റംസ് നമ്മൾ കൂടുതൽ കഴിക്കാൻ പാടില്ല. എങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. കാരണം തീരെ കഴിക്കാൻ പറ്റാത്തൊരു സംഗതി ഇതിന് മുമ്പ് വന്നിരുന്ന പുളി, അതൊരു രക്ഷയില്ല, പുളിയാണ്. ഇത് ചെറിയ പ്ലാന്റ്, കുഞ്ഞ് പ്ലാന്റ്, അത്യാവശ്യം നല്ല ഫ്രൂട്ടും ഉണ്ട്. ഫ്രൂട്ട് ഇങ്ങനത്തെ ഒന്നൊന്നല്ല കേട്ടോ, ഒരുപാട് തൈകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കായ്ച്ചതേനുണ്ട്, ഇത് വീണ്ടും കായ്ച്ചതേന ആയിട്ട് പ്ലാന്റുകളുണ്ട്. വെരിഗേറ്റഡ് സപ്പോർട്ട. ഇതുകൊണ്ടൊരു കാര്യം, ഇതിപ്പോൾ നിറച്ച് ഫ്ലവറാട്ടോ, നിറച്ച് ഫ്ലവറാണ്. കായ് ഉണ്ടാവും. ഇവിടെ കായ് ഉണ്ടായിരുന്നു. അവിടെ ഇത് ഫ്രൂട്ടും വെരിഗേറ്റഡാ വരുന്നത്? അല്ല, ഫ്രൂട്ടിൽ ചെറിയൊരു വെള്ള ടൈപ്പ് ഇങ്ങനെ കാണും. അത്ര വെരിഗേറ്റഡ് എന്ന് പറയില്ല. പക്ഷെ നമ്മളെ വീടിന്റെ മുന്നിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ലുക്കാണ്. ഗാർഡനിലൊക്കെ വെക്കാനും പറ്റും ഒരു ഗാർഡൻ പ്ലാന്റും ആണ്. എന്നാൽ നമുക്കൊരു പഴം കിട്ടും. സത്യം പറഞ്ഞാൽ നമ്മളെ അലങ്കാര ചെടി വെക്കണേക്കാട്ടി എത്രയോ ബെറ്റർ തൈ വെക്കുന്നത് പോയിന്റാണ്. കാരണം പല നമ്മളെ കർഷക സുഹൃത്തുക്കളെല്ലാം പല വർഷ സ്നേഹികളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ചെടികൾ നമ്മളെ ഗാർഡനിൽ ഒന്നെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തുക. കാരണം അലങ്കാരത്തിന് അലങ്കാരമായി, ഫ്രൂട്ടിന് ഫ്രൂട്ടുമായി. തീർച്ചയായിട്ടും അത് നല്ല ഗ്രോത്ത് ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ്. സീറ്റ് ലൂബിയാണ്, അറിയാലോ. സീറ്റ് ലൂബിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്കിത് ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ വെറൈറ്റിയും കൂടി അല്ലത്? ഏറ്റവും നല്ല വെറൈറ്റിയാണ്. ചട്ടിയിൽ വെച്ചാലും ഇപ്പോൾ ഇതുപോലെ വലിയ ഗ്രോ ബാഗിൽ വെച്ചാലും ഇപ്പോൾ ഇത് ഇരിക്കുന്നത് 11 കവറിലാണ്. ഇതിലാണ് ഇപ്പോൾ ഇത് കാഴ്ചയിട്ടുള്ളത്. ഇത് നമുക്ക് ചട്ടിയിൽ വെക്കാം, വീടിൻ്റെ ഫ്രണ്ട് വശം. ഇത് 2 രീതിയിൽ നമ്മൾക്ക് ഇതിനെ വളർത്താം. എന്ന് വെച്ചാൽ ഒന്ന് ബുഷിയായിട്ട് നിർത്തി വളർത്താം, ഒരു അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിലും ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ബുഷിയായിട്ട് വളർത്തിയാൽ നല്ല കായ്ഫലം ഉണ്ട് കേട്ടോ. കാരണം ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ ചട്ടിയിൽ പ്ലാന്റിനെ ഒരിക്കലും വളർത്താതെ ബുഷിയായിട്ട് വെട്ടിയിട്ട് നിർത്തിയിട്ട് നല്ല കായ്ഫലം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. കാരണം ഇലയിലും കാട്ടി കൂടുതൽ ഫ്രൂട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. നമ്മുടെ തെങ്ങിൻ തൈകൾ ഇപ്പോൾ ഇതിൽ TNTD ഉണ്ട്, TNT ഉണ്ട്, പിന്നെ മലേഷ്യൻ കുള്ളനുണ്ട്. അങ്ങനെയുള്ള വെറൈറ്റികൾ അതേ സെയിം സാധനം തന്നെയാണ്. ഇതിൻ്റെ വലിയ തൈകളും ഉണ്ട്. അത് TNTD ഉണ്ട്,
മലേഷ്യൻ കുള്ളനും ഉണ്ട്, TNT-D ഉണ്ട്. എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്? ഇത് മലേഷ്യൻ കുള്ളൻ പക്ക ഡോർഫ് ഇനത്തിൽപ്പെട്ടുള്ളതാണ്. കുള്ളൻ തെയ്യാണ് മലേഷ്യൻ കുള്ളന്. TNT-D ഐറ്റം കുറച്ചും കൂടി ഒരു വളർച്ചയുണ്ട്. നല്ല തേങ്ങയാണ്. കീടരോഗബാധകൾ കുറവാണ്. മലേഷ്യൻ കുള്ളനേക്കായി കീടരോഗബാധകൾ കുറവാണ്. റിസൾട്ടൊക്കെ നമുക്ക് ഏറെക്കുറെ എല്ലാം സെയിമാണ്. അവർ പിന്നെ 2-2.5-3 വർഷം കൊണ്ട് മലേഷ്യൻ കുള്ളൻ കായ്ക്കും. ഇതെങ്ങനെയായാലും ഒരു 3 വർഷം എങ്ങനെയായാലും TNT-D കായ്ക്കാൻ സമയം എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് പലർക്കും പല അഭിപ്രായമാണ്. കാരണം പലർക്കും പല രീതിയിലാണ് ഇതിൻ്റെ റിസൾട്ടുകൾ വരുന്നത്. പാടത്ത് വെക്കുന്ന തെങ്ങുകൾ നല്ല രീതിയിൽ പെട്ടെന്ന് കായ്ഫലം തരുന്നുണ്ട്, നല്ല വളർച്ചയും കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് ഈ പറമ്പിൽ വെക്കുന്നവർക്ക് അതിൻ്റെ കായ്ഫലത്തിന് ഇടാനുള്ള സമയം വൈകുന്നുണ്ട്, വളർച്ചയ്ക്കും വ്യത്യാസം വരുന്നുണ്ട്. അത് ഓരോ ഏരിയ, ഓരോ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിൻ്റെ ഘടന അനുസരിച്ച് തെങ്ങനല്ല എല്ലാ പ്ലാന്റുകളും അങ്ങനെ തന്നെ. അതുപോലെ നമ്മൾ ഈ ഓഫീസിൽ തന്നെയാണ് നമ്മൾ അത്യാവശ്യം വേണ്ട ചട്ടികളാണെങ്കിലും വളങ്ങളാണെങ്കിലും മറ്റ് സംഗതികളാണെങ്കിലും ഈ ഒരു ഓഫീസിൽ ഉള്ളിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, വളങ്ങളായിട്ടുള്ളതും. അത്യാവശ്യം ഇപ്പം നമ്മൾ ഒരുപാട് വളം ഐറ്റംസ് ഞങ്ങൾ കൂടുതൽ ഇറക്കി വെക്കില്ല. കാരണം ക്ലീനിങ് അനുസരിച്ച് വെക്കലുള്ളൂ, നമ്മൾ കൂടുതലായിട്ട് ഞങ്ങൾ ഇറക്കി വെക്കലില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ടി, അങ്ങനെയുള്ള വെറൈറ്റി സെറ്റപ്പുകൾ. അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതും നമുക്ക് കൊടുക്കാൻ മൊത്തത്തിൽ ഇത് അത് നമ്മൾ ഗാർഡൻ സെയിൽ ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇത് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ മൊത്തത്തിൽ നമ്മൾ സെയിൽ ചെയ്യാന്ന് പറഞ്ഞു. അതല്ലാതെ നടത്തണം എന്ന ആരെങ്കിലും ആഗ്രഹത്തോടെ ഈ ഏരിയയിൽ അടുത്തുള്ളവരൊക്കെ വരികയാണെങ്കിൽ എന്താ അവസ്ഥ? തീർച്ചയായിട്ടും അതിനുള്ള ഇത് ഞാനും കൂടെ അതിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കും. ഞാൻ വേണമെങ്കിൽ അത് നിന്ന് കൊടുത്ത് അവർക്ക് ഞാൻ കടയിൽ തന്നെ നിന്ന് കൊടുത്ത് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും ചെയ്യും. ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. തീർച്ചയായും. അപ്പം നമുക്കൊരു തറവാടക എന്നുള്ള രീതിയിൽ കിട്ടുന്ന രീതി കിട്ടിയാൽ മതി. അപ്പോൾ ഒരു മാസറിൻ്റെ ആയിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഇത് ചെയ്താൽ മതി.